Next topic is law of conservation of linear momentum. ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കണം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത്? ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ സിസ്റ്റം കോൾഡ് ഐസൊലേറ്റഡ് സിസ്റ്റം, അതായത് എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും ഇല്ലാത്ത ഒരു സിസ്റ്റത്തിനെ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കാം, ഓഫ് കോൺസ്റ്റൻറ്റ് മാസ്, ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റൻറ്റ് വിത്ത് ടൈം. എന്താണ് ഇതിൻ്റെ മീനിങ്? ഉദാഹരണത്തിന്, ഒരു ബോഡി വി വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നെന്ന് കരുതുക. ഇതിൻ്റെ മാസ് എം ആണ്. ഈ ബോഡിയിൽ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്, F1, F2 ആൻഡ് F3. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, ഈ 3 ഫോഴ്സുകളുടെയും വെക്റ്റർ സം നമ്മൾ നോക്കുമ്പോൾ, സപ്പോസ് ഈ എക്സ്റ്റേണൽ ഫോഴ്സുകളുടെ നെറ്റ് വാല്യൂ വെക്റ്റർ സം 0 ആണെന്ന് കരുതുക. ഇതെല്ലാം പരസ്പരം ക്യാൻസൽ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ബോഡിയിൽ നെറ്റ് ആക്സിലറേഷൻ ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ ബോഡിയുടെ വെലോസിറ്റി സെയിം ആയി തന്നെ തുടരും. ദാറ്റ് മീൻസ് ഡയറക്ഷനും മാറില്ല, മാഗ്നിറ്റ്യൂഡും മാറില്ല. ബോഡി ഇതേ വെലോസിറ്റിയിൽ തന്നെ ട്രാവൽ ചെയ്യും. അപ്പോൾ ബോഡിക്ക് ഇനിഷ്യലി ഉണ്ടായിരുന്ന മൊമെൻറ്റം എം ഇൻറ്റു വി വെക്റ്റർ തന്നെയാണ് ഫൈനലി വരുന്ന മൊമെൻറ്റവും എം ഇൻറ്റു വി വെക്റ്റർ. ഇനിഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും ബോഡിയുടെ സെയിം ആയിരിക്കും. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാത്തിടത്തോളം കാലം, ഒരു നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാത്തിടത്തോളം കാലം ബോഡിയുടെ മൊമെൻറ്റം മാറുകയില്ല. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇതൊരു ബോഡി മാത്രമല്ല, ഒന്നിലധികം ബോഡികൾ ഒരുമിച്ച് ഒരു സിസ്റ്റമായി പറഞ്ഞാലും ആ സിസ്റ്റത്തിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ അവിടെ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സ്പ്രഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ന്യൂട്ടണിൻ്റെ 2ാം ചലന നിയമം വെച്ച് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ക്യാൻ ബി റിട്ടൺ ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം dp/dt. ശരിയല്ലേ? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ dp/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം 0 ആയിരിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ ഡി പിയുടെ വിലയും 0 ആയിരിക്കും. ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇല്ല. അതിൻ്റെ മീനിങ് മൊമെൻറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് എന്നല്ലേ? ടോട്ടൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് എന്നല്ലേ? യു ക്യാൻ കോൾ ദിസ് ഫോർ ദ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. സിസ്റ്റത്തിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്നില്ലെങ്കിൽ. ഓക്കെ, ഒന്നിലധികം പാർട്ടിക്കിളുകൾ ഉള്ള ഒരു സിസ്റ്റമാണെന്ന് കരുതുക. ഒന്നിലധികം പാർട്ടിക്കിളുകൾ പല തരത്തിലുള്ള വെലോസിറ്റികളിൽ ട്രാവൽ ചെയ്യുകയാണ്. സപ്പോസ് M1 എന്ന് പറയുന്ന ബോഡി V1 വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു, M2 എന്നുള്ള ബോഡി V2 വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു, M3 എന്നുള്ള ബോഡി V3 എന്നുള്ള വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നു. ഇതിനെ മൊത്തത്തിൽ നമുക്കൊരു സിസ്റ്റമായി പരിഗണിക്കാം. ഈ സിസ്റ്റത്തിൽ ടോട്ടലി ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എന്ന് കരുതുക. സിസ്റ്റത്തിൽ മേ ബി ഇൻറ്റേർണൽ ഫോഴ്സുകൾ വരാം. ബിക്കോസ് ഓഫ് അട്രാക്ഷൻ, കൂളോംസ് അട്രാക്ഷനോ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷനോ മൂലം ഈ സിസ്റ്റങ്ങളിൽ എന്ത് വരാം? ഇൻറ്റേർണൽ ഫോഴ്സുകൾ വരാം. പക്ഷെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. അപ്പോൾ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സിസ്റ്റത്തിന് എന്താണ്? 0 ആണ്. ബോഡിയിൽ എക്സ്റ്റേണലി ഫോഴ്സുകളൊന്നുമില്ല. ഇൻറ്റേർണൽ ഫോഴ്സുകൾ എപ്പോഴും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പെയറുകളാണ്. സിസ്റ്റം മൊത്തത്തിലെടുത്താൽ അവർ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സിസ്റ്റത്തിൽ വരുന്നില്ല എങ്കിൽ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം, സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം എന്തായിരിക്കും? ചേഞ്ച് കാണില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും. സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം എങ്ങനെ എഴുതാം? M1 V1 വെക്ടോറിക്കൽ എഴുതണം, പ്ലസ് M2 V2 പ്ലസ് M3 V3. ഈ സമ്മേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഈ സാഹചര്യത്തിൽ ഇൻഡിവിജ്വൽ മൊമെൻറ്റം മാറാം, പക്ഷേ ടോട്ടൽ സം ഓഫ് മൊമെൻറ്റം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഈ ഒരു പോയിന്റ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊള്ളുക. ഓക്കെ, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് ഈക്വലൻ്റ് ടു ന്യൂട്ടൺസ് 3rd ലോ ഓഫ് മോഷൻ. എന്തുകൊണ്ടാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ന്യൂട്ടൻ്റെ 3ാം ചലന നിയമത്തിന് തത്തുല്യമാണെന്ന് പറയുന്നത്? 2 ബോഡികൾ ഉണ്ടെന്ന് കരുതുക. ലെറ്റ് സപ്പോസ് ഒരു ബോഡി എ ആണ്, അടുത്ത ബോഡി ബി ആണ്. എ എന്ന് പറയുന്ന ബോഡി ബിയിൽ കൊടുക്കുന്ന ഫോഴ്സ് F1ഉം
ബി എന്ന് പറയുന്ന ബോഡി എയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F2 ആണെന്ന് വരിക്കട്ടെ. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ F1 ആൻഡ് F2 എന്നുള്ളത് നമുക്കറിയാം ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. F1 ഈസ് ഈക്വൽ ടു മൈനസ് F2. എങ്ങനെയാണ് ഇത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റവുമായിട്ട് ഈ ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ, 2 ബോഡിയുള്ള 2 ബോഡി സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നോക്കുക. നമുക്കറിയാം ഈ സിസ്റ്റം നിങ്ങൾ ഒരുമിച്ച് പരിഗണിച്ചാൽ, ഈ 2 ബോഡികൾ ഒരുമിച്ച് പരിഗണിച്ചാൽ നമുക്കതിനെ സിസ്റ്റം എന്ന് വിളിക്കാം. ഈ സിസ്റ്റത്തിൽ ഇൻറ്റേർണൽ ഫോഴ്സുകളാണ് F1ഉം F2ഉം. കാരണം 2 ബോഡികളുടെ ഇടയിലാണ്. ഇൻഡിവിജ്വലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ F1 എയുടെ എക്സ്റ്റേണൽ ഫോഴ്സാണ്, ബിയുടെ എക്സ്റ്റേണൽ ഫോഴ്സാണ്, F2 എയുടെ എക്സ്റ്റേണൽ ഫോഴ്സാണ്. പക്ഷേ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എഫക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഇൻറ്റേർണൽ ഫോഴ്സാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. ദാറ്റ് മീൻസ് മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സിസ്റ്റത്തിനില്ലാത്തത് കൊണ്ട് സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എഴുതാം. സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഒന്നാമത്തെ ബോഡിയുടെ മൊമെൻറ്റം m1 v1 വെക്റ്റർ പ്ലസ് രണ്ടാമത്തെ ബോഡിയുടെ മൊമെൻറ്റം m2 v2 വെക്റ്റർ ഈസ് ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ശരിയല്ലേ? ഇതിനെ നമ്മളൊന്ന് ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇഫ് യു ഡിഫറൻഷിയേറ്റിംഗ് ദിസ് തിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം, m1 ഇൻറ്റു dv1 ബൈ dt പ്ലസ് m2 ഇൻറ്റു dv2 ബൈ dt ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻസിയേഷൻ 0 വരല്ലേ? സോ വാട്ട് ഈസ് dv1 ബൈ dt? ആക്സിലറേഷൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് m1 a1 വെക്റ്റർ പ്ലസ് m2 a2 വെക്റ്റർ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് m1 a1 വെക്റ്റർ ഈക്വൽ ടു മൈനസ് m2 a2 വെക്റ്റർ എന്ന് എഴുതാമല്ലോ. m1 a1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബോഡിക്ക് കിട്ടുന്ന ആക്സിലറേഷൻ. ഇവിടെ ഒന്നാമത്തെ ബോഡിക്ക് ആക്സിലറേഷന് കാരണമായ ഫോഴ്സ് F2 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ F2 ഈക്വൽ ടു മൈനസ് F1. ശരിയല്ലേ? സോ ന്യൂട്ടണിൻ്റെ 3ാം ചലന നിയമം ഇവിടെയും ട്രൂ ആണ് അല്ലേ? അപ്പം കൺസർവേഷൻ ഓഫ് മൊമെൻറ്റവും ന്യൂട്ടണിൻ്റെ 3ാം ചലന നിയമവും നിങ്ങൾക്കിവിടെ മാച്ച് ചെയ്യുന്നതായിട്ട് കാണാം ഫോർ 2 ബോഡി സിസ്റ്റം. ഓക്കെ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Number 1, when a man jumps out of a boat on the shore, the boat is pushed slightly away from the shore. നിങ്ങൾക്കറിയാം ഇത് ന്യൂട്ടണിൻ്റെ 3ാം ചലന നിയമത്തിൽ നമ്മൾ കണ്ട എക്സാമ്പിളാണ്. ഒരു വ്യക്തി ബോട്ടിൽ നിന്ന് ചാടുമ്പോൾ ബോട്ടിൽ ചാടാൻ ഉപയോഗിക്കുന്ന ഫ്രിക്ഷൻ ഫോഴ്സാണ്. ഈ ഫ്രിക്ഷൻ ഫോഴ്സ് ബോട്ടിലും അയാളുടെ കാൽപാദങ്ങളിലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ സിസ്റ്റമായിട്ട് അയാളും ബോട്ടും ഉൾപ്പെടുന്ന സിസ്റ്റം നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഇനിഷ്യൽ മൊമെൻറ്റം 0 ആണ്. എപ്പോഴാണോ ഈ വ്യക്തി ബോട്ടിൽ നിന്ന് ജമ്പ് ചെയ്യുന്നത്, അയാളൊരു v1 വെലോസിറ്റിയിലായിരിക്കും ജമ്പ് ചെയ്യുന്നത്. അയാളുടെ മാസ് m1, ബോട്ടിൻ്റെ മാസ് m2 ആണ്. ഈ വ്യക്തി m1 എന്നുള്ള മാസുള്ള ഈ വ്യക്തി v1 വെലോസിറ്റിയിൽ മുന്നോട്ടാണ് ജമ്പ് ചെയ്യുന്നത്. മുന്നോട്ട് ജമ്പ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം ഇനിഷ്യലി 0 ആണ്. സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല, കാരണം ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ഇൻറ്റേർണൽ ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം 0 ആയി നിൽക്കണ്ടേ? അപ്പോൾ ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നതും 0 ആയിരിക്കണം. എന്താണ് ഫൈനൽ മൊമെൻറ്റം? വെക്ടോറിക്കലി m1 v1 അയാൾ മുന്നോട്ട് ചാടിയ മൊമെൻറ്റം m1 v1 വെക്റ്റർ പ്ലസ് ബോട്ടിൻ്റെ വെലോസിറ്റി m2 v2 വെക്റ്റർ മസ്റ്റ് ബി 0. ശരിയല്ലേ? ഫൈനൽ മൊമെൻറ്റവും 0 ആയിരിക്കണം. ഇനിഷ്യൽ മൊമെൻറ്റം 0 ആയതുകൊണ്ട് ഇനിഷ്യലി അവർ രണ്ടുപേരും റെസ്റ്റിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും m1 v1 വെക്റ്റർ ഈസ് ഈക്വൽ ടു മൈനസ് m2 v2 വെക്റ്റർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ബോട്ട് പോകുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാകും. v2 വെക്റ്റർ ഈസ് ഈക്വൽ ടു മൈനസ് m1 m2 ഇൻറ്റു v1 വെക്റ്റർ. ഇവിടെ ഈ മൈനസ് എന്ന് പറയുന്നത് മൈനസ് v1 എന്നുള്ളത് v1ന് ഓപ്പോസിറ്റ് ദിശയിലാണ് ബോട്ട് പോകുന്നതെന്ന് കാണിക്കുന്നു. ആൻഡ് ബോട്ട് ബാക്കിലോട്ട് വരുന്ന വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് m1 ബൈ m2, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് m1 ബൈ m2 ഇൻറ്റു v1 വെക്റ്ററിന് തുല്യമാണ്. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ, എ പേഴ്സൺ ലെഫ്റ്റ് ഓൺ എ ഫ്രിക്ഷൻലെസ് സർഫസ് ക്യാൻ ഗെറ്റ് അവേ ഫ്രം ഇറ്റ് by blowing air out of his mouth or by throwing some object in a direction opposite to the direction in which he wants to move. ഒരു വ്യക്തി ഫ്രിക്ഷൻ ഇല്ലാത്തൊരു സർഫസിൽ നിന്ന ശേഷം വെളിയിലോട്ട് എയറിനെ ബ്ലോ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു എടുത്തെറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വസ്തു അയാളുടെ കൈകളിൽ കൊടുക്കുന്ന ത്രസ്റ്റ് ഫോഴ്സ്
ശരിയല്ലേ? അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് വഴി അയാൾക്ക് പിറകിലോട്ട് മൂവ് ചെയ്യാം. വസ്തു മുന്നോട്ടാണെങ്കിൽ അയാൾ പിറകിലോട്ട് മൂവ് ചെയ്യും. ഇത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം വെച്ച് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഒരു വസ്തുവിനെ എറിയുന്നതിന് മുമ്പ് അയാളുടെ ടോട്ടൽ മൊമെൻറ്റം, ആ വസ്തുവിൻ്റെയും അയാളുടേതും സീറോയാണ്. ഇനിഷ്യൽ മൊമെൻറ്റം സീറോയാണ്. എപ്പോഴാണോ ഇയാൾ ആ വസ്തുവിന് ഒരു മൊമെൻറ്റം കൊടുക്കുന്നത്, അതിന് തത്തുല്യമായ മൊമെൻറ്റം അയാളുടെ ബോഡിയിലും അക്വയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി വസ്തുവിന് വരുന്ന മൊമെൻറ്റം മുന്നോട്ട്, അയാൾക്ക് തത്തുല്യമായ മൊമെൻറ്റം ബാക്കിലോട്ട്. ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. അപ്പോൾ ഫൈനൽ മൊമെൻറ്റവും സീറോ ആയി പോകും ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട്. ഇനിഷ്യൽ മൊമെൻറ്റവും സീറോയാണ്. ഓക്കെ, അപ്പം അയാളുടെ ബോഡിക്ക് ബാക്കിലോട്ട് പോയേ പറ്റൂ സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റത്തിനെ പൂജ്യമാക്കി നിലനിർത്താൻ. മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ വളരെ ഫേമസ് ആയിട്ടുള്ള റീകോയിലിംഗ് ഓഫ് എ ഗൺ ആണ്. ഫോർ ബുള്ളറ്റ് ആൻഡ് എ ഗൺ സിസ്റ്റം ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ട്രിഗർ വിൽ ബി ഇന്റേണൽ, സോ ദ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം റിമൈൻസ് അൺഅഫക്റ്റഡ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം നമ്മൾ ഗണ്ണിൽ നിന്ന് ഒരു ബുള്ളറ്റിനെ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുകയാണ്, ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന എക്സ്പ്ലോഷൻ പ്രോസസ്സിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ത്രസ്റ്റ് ഫോഴ്സ് ഇൻറ്റേർണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഇനിഷ്യൽ മൊമെൻറ്റം ഓഫ് ദ ഗൺ ആൻഡ് ബുള്ളറ്റ് സിസ്റ്റം സീറോയാണ് വെക്ടോറിക്കലി. ഫൈനൽ മൊമെൻറ്റവും എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. എന്തുകൊണ്ട്? ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ശരിയല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം പറയുന്നു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലല്ലോ, ഇന്റേണൽ കമ്പസ്റ്റ്യൻ ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഇനിഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും സെയിം ആയിരിക്കണം. ഇനിഷ്യൽ മൊമെൻറ്റം പൂജ്യമാണ്. ഫൈനൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ എം മാസാണ് ബുള്ളറ്റിനെന്നും ക്യാപിറ്റൽ എം മാസാണ് ഗണ്ണിനെന്നും വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം വെക്ടോറിക്കലി എം വി ബി എന്ന് ഞാൻ എഴുതി പ്ലസ് എന്താണ് ഗണ്ണിൻ്റെ മൊമെൻറ്റം? ക്യാപിറ്റൽ എം ആണ് ഗണ്ണിൻ്റെ മാസ്. വെലോസിറ്റി ഓഫ് ദ ഗൺ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് മൈനസ് വി ജി എന്നെഴുതാം. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഗണ്ണിൻ്റെ വെലോസിറ്റി കിട്ടും. ഗണ്ണിൻ്റെ വെലോസിറ്റി ബാക്കിലോട്ടുള്ള റീകോയിലിംഗ് വെലോസിറ്റി, ഗണ്ണ് ബാക്കിലോട്ട് ജമ്പ് ചെയ്യുന്ന വെലോസിറ്റി നിങ്ങൾക്ക് റീകോയിൽ വെലോസിറ്റി എന്ന് പറയാം. അപ്പോൾ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എം വി ബി ഡിവൈഡഡ് ബൈ എം ആണ്. ശരിയല്ലേ? നിങ്ങൾക്ക് അറിയാം ഈ ഗൺ തീർച്ചയായിട്ടും റീകോയിൽ ചെയ്യുമ്പം ബുള്ളറ്റിൻ്റെ അതേ മൊമെൻറ്റം ഗണ്ണിനുണ്ട്. അതുകൊണ്ട് ഈ ഗൺ പിടിക്കുന്ന പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഈ ഗൺ വന്ന് എന്ത് ചെയ്യും, ഹാർട്ടിൻ്റെ പൊസിഷനിലോ അല്ലെങ്കിൽ നെഞ്ചിലെല്ലാം വന്നിടിക്കുന്നത് മൂലം ഈ ഗൺ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് മരണം വരെ സംഭവിക്കാം. കാരണം ബുള്ളറ്റിൻ്റെ അതേ മൊമെൻറ്റം ഗണ്ണിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നിട്ടാണ് നേച്ചർ ആ മൊമെൻറ്റത്തിനെ ബാലൻസ് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വ്യക്തികൾ എന്ത് ചെയ്യുന്നത്, ഷൂട്ട് ചെയ്യുന്ന സമയം മെഷീൻ ഗണ്ണുകൾ അല്ലെങ്കിൽ ലാർജ് റൈഫിളുകളെല്ലാം തന്നെ ഷോൾഡറിനോട് അറ്റാച്ച് ചെയ്ത് വയ്ക്കും. കാരണം നിലവിൽ ഈ ബുള്ളറ്റ് സിസ്റ്റത്തിൽ നിന്ന് ലീവ് ചെയ്യുമ്പോൾ ഗണ്ണും ബോഡിയും ഒരു സിസ്റ്റം പോലെ ആക്ട് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, അയാൾക്ക് പുറകിലോട്ട് വരുന്ന റീകോയിൽ വെലോസിറ്റി കുറയും. കാരണം മാസ് കൂടുകയല്ലേ, ബോഡിയും കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ബോഡി ഗൺ സിസ്റ്റം ഒരൊറ്റ മാസ് പോലെ ആക്ട് ചെയ്യുകയാണെങ്കിൽ റീകോയിൽ വെലോസിറ്റി കുറച്ച് കുറയുകയും അതുമൂലം വരുന്ന ഡാമേജുകൾ നമുക്ക് കുറയ്ക്കാനും പറ്റും. ഓക്കെ, ഇന്ന് നമുക്ക് പുതിയ ഒരു പോർഷൻ പരിചയപ്പെടാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷനാണ്, എസ്പെഷ്യലി JEE മെയിൻസ് ലെവൽ പരീക്ഷകൾക്ക്. വേരിയബിൾ മാസ് സിസ്റ്റം. എന്താണ് വേരിയബിൾ മാസ് സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളതെന്ന് നോക്കാം. ചിത്രത്തിൽ എം മാസുള്ള ഒരു ബോഡി v വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുകയാണ്. ഇത്രയും നേരം നമ്മൾ മോസ്റ്റ്ലി കൺസിഡർ ചെയ്തത് ഒരു ബോഡിയുടെ മാസിന് ചേഞ്ച് വരുന്നില്ല എന്നതാണ്. ഒരു ബോഡിയുടെ മാസ് ചേഞ്ച് വരികയാണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആ ബോഡിയിൽ ആക്ട് ചെയ്യാത്തൊരു സാഹചര്യം പരിഗണിച്ചാൽ കൂടി മാസിന് ചേഞ്ച് വരുമ്പോൾ തീർച്ചയായിട്ടും മൊമെൻറ്റം കൺസർവേഷൻ അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരികയും മൊമെൻറ്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് മൂലം തന്നെ തീർച്ചയായിട്ടും ബോഡിയുടെ വെലോസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് മാറുകയും ചെയ്യും ഇഫ് ദ മാസ് ചേഞ്ച് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ബോഡിയുടെ മാസ് ചേഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ വെലോസിറ്റിയും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബോഡിക്ക് ഒരു ത്രസ്റ്റ് ഫോഴ്സ് വരും. വെലോസിറ്റി ചേഞ്ച് മീൻസ് ആക്സിലറേഷൻ വരുന്നുണ്ട്, അതിനെ തുടർന്ന് ബോഡിയിൽ ഒരു ത്രസ്റ്റ് ഫോഴ്സ് വരുന്നുണ്ട്. ആ ത്രസ്റ്റ് ഫോഴ്സ് നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്ന് നോക്കാം. ചിത്രത്തിൽ എം മാസുള്ള ഒരു ബോഡി v വെലോസിറ്റിയിൽ ഇനിഷ്യലി ട്രാവൽ ചെയ്യുകയാണ്. ആ ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ചെക്ക് ചെയ്യുന്ന ടൈം t ആണെന്ന് കരുതുക. സോ ആഫ്റ്റർ സം ടൈം ഒരു t+dt സമയത്തിൽ അല്ലേ, ഒരു dt സമയം കഴിഞ്ഞ് t+dt എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ ഈ എം മാസുള്ള ബോഡിയിൽ നിന്ന് dm മാസുള്ള വളരെ ചെറിയൊരു എലിമെൻ്ററി മാസ്
പുറത്ത് വരികയാണ് വിത്ത് വെലോസിറ്റി വി റിലേറ്റീവ്. വി റിലേറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞത് ബോഡിയുടെ പേഴ്സ്പെക്റ്റീവിലാണ്, ഗ്രൗണ്ട് ഫ്രെയിമിലല്ല. ഈ പറയുന്ന മൂവ് ചെയ്യുന്ന ബോഡിയുടെ പേഴ്സ്പെക്റ്റീവിൽ പുറത്തു വരുന്ന മാസ് ഡി എം. ആ ഡി എമ്മിൻ്റെ വെലോസിറ്റി ബോഡി നോക്കുകയാണെങ്കിൽ കാണുന്നത് വെലോസിറ്റി വി റിലേറ്റീവ് ആണ്. ഇതിനെ തുടർന്ന് നമ്മളുടെ ബോഡിയുടെ മാസ് കുറയുന്നു, എം മൈനസ് ഡി എം ആയിട്ട് മാറുകയാണ്. അതിനെ തുടർന്ന് അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു, വി പ്ലസ് ഡി വി ആയി മാറുന്നു. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിഷ്യൽ കണ്ടീഷനിലും ഫൈനൽ കണ്ടീഷനിലും കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എടുക്കാം. എന്തുകൊണ്ടാണ്? ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാകും ഈ സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഓൺ ദ സിസ്റ്റം 0 ആണ്. ഇനിഷ്യലി എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. ഈ ഒരു ഇജക്ഷൻ നടക്കുന്ന അവസ്ഥയിലും ഈ ഒരു സിസ്റ്റത്തിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. പക്ഷെ തീർച്ചയായിട്ടും മാസ് പുറത്തോട്ട് ഇജക്റ്റ് ചെയ്യുമ്പോൾ ഈ ഡി എം എന്ന് പറയുന്ന മാസ് ഇജക്റ്റ് ചെയ്യുന്നത് മൂലം ബോഡിക്കൊരു ത്രസ്റ്റ് ഫോഴ്സ് കിട്ടുന്നുണ്ട്. അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ത്രസ്റ്റ് ഫോഴ്സ് ഡി എമ്മിലും ബോഡി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ റോക്കറ്റ് പ്രൊപ്പൽഷൻ എല്ലാം പഠിക്കുന്ന സമയത്ത് ഒരു റോക്കറ്റ് പ്രൊപ്പൽ ചെയ്ത് മുകളിലോട്ട് പോകാൻ കാരണം അതിൽ നിന്ന് ഗ്യാസ് താഴോട്ട് ഇജക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ഗ്യാസ് ആക്ച്വലി ഫ്യുവൽ ഫോമിൽ റോക്കറ്റിൻ്റെ ഉള്ളിലിരുന്നു. ഫ്യുവലിൻ്റെ മാസ് റോക്കറ്റിൻ്റെ മാസിനകത്ത് കൗണ്ടബിൾ ആയിരുന്നു. ഈ ഫ്യുവൽ കത്തി പുറത്തു വരുന്ന ഗ്യാസ് ഇജക്റ്റ് ചെയ്യുന്നത് മൂലമുള്ള ത്രസ്റ്റ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് റോക്കറ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഐഡിയ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ന്യൂട്ടൺസ് തേർഡ് ലോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് ത്രസ്റ്റ് ഫോഴ്സ്. സോ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൊമെൻറ്റം കൺസർവേഷൻ തീർച്ചയായിട്ടും ആ ഒരു സ്ഥലത്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലല്ലോ. ഇനിഷ്യലി സിസ്റ്റത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു സിസ്റ്റം ഇനിഷ്യലി. ഇത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. സോ എനിക്ക് എന്ത് ഇക്വേഷൻ എഴുതാം? ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാകും ഇനിഷ്യൽ മൊമെൻറ്റം ഹാസ് ടു ബി ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം ആയിരിക്കണം. നമ്മൾ ഈ മൊമെൻറ്റം കൺസർവേഷൻ ഇവിടെ ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നാണ്. എപ്പോഴും പ്രിഫർ ചെയ്യുന്നതും ഗ്രൗണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. മൊമെൻറ്റം ഇനിഷ്യൽ വാല്യൂ നമ്മൾ എഴുതുമ്പോൾ മൊമെൻറ്റം ഇനിഷ്യലി നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം മാസ് ഇൻറ്റു വെലോസിറ്റി. ശരിയല്ലേ? സോ നമുക്ക് എഴുതാം ഇനിഷ്യൽ മൊമെൻറ്റം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഫൈനൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ ഫൈനൽ മൊമെൻറ്റം ചിത്രത്തിൽ നോക്കൂ. സിസ്റ്റത്തിൻ്റെ ഫൈനൽ മൊമെൻറ്റം ടി എം മാസ് വി റിലേറ്റീവിൽ ബാക്കിലോട്ട് വരുന്നുണ്ട്. അതിൻ്റെ മൊമെൻറ്റവും എഴുതണം വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. എം മൈനസ് ഡി എം മാസിൻ്റെ മൊമെൻറ്റവും എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് എം മൈനസ് ഡി എം മാസിൻ്റെ മൊമെൻറ്റം റിപ്പോർട്ട് ചെയ്യാം. എം മൈനസ് ഡി എം മാസിൻ്റെ മൊമെൻറ്റം എം മൈനസ് ഡി എം ഇൻറ്റു അത് അക്വയർ ചെയ്യുന്ന വെലോസിറ്റി വി പ്ലസ് ഡി വി ആണ്. ഓക്കെ, സോ അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. അടുത്ത ഡി എമ്മിൻ്റെ വെലോസിറ്റി നമ്മൾ എഴുതണം മൈനസ്, കാരണം മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ അവിടെ ഓപ്പോസിറ്റാണ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ, നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്, അതുകൊണ്ട് മൈനസ് കൊടുക്കുക. മൈനസ് ഡി എം ഇൻറ്റു എന്തായിരിക്കും അതിൻ്റെ വെലോസിറ്റി? വി റിലേറ്റീവ് അല്ല എഴുതേണ്ടത്. നമ്മൾ എന്താ എഴുതേണ്ടത്? തീർച്ചയായിട്ടും വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ ബോഡിയുടെ മാസ് എം മൈനസ് ഡി എം ആണ്. അത് പോകുന്ന വെലോസിറ്റി വി പ്ലസ് ഡി വി ആണ്. ഗ്രൗണ്ട് ഫ്രെയിമിൽ നോക്കുമ്പോൾ ഡി എമ്മിൻ്റെ വെലോസിറ്റി ഗ്രൗണ്ട് ഫ്രെയിമിൽ വി ഡാഷ് ആയിരിക്കണം. ഈ വി ഡാഷിൻ്റെ വില നമുക്ക് എങ്ങനെ എഴുതാം? വി ഡാഷ് ഗ്രൗണ്ട് ഫ്രെയിമിലുള്ള വെലോസിറ്റിയാണ്. വി റിലേറ്റീവ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? വി റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദിസ് ബോഡി, വെലോസിറ്റി ഓഫ് ഡി എം വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഫ്രെയിം, ശരിയല്ലേ, പ്ലസ് വി പ്ലസ് ഡി വി. ഓക്കെ, സോ വി റിലേറ്റീവ് എന്ന് നമ്മൾ പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ബോഡിയാണ്. ലെറ്റ്സ് സേ ദിസ് ബോഡി ഈസ് ബി. ബി എന്ന് പറയുന്ന ബോഡിയുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഡി എമ്മിനെ നോക്കുന്ന വെലോസിറ്റി ആണല്ലോ വി റിലേറ്റീവ്. അതിൻ്റെ വാല്യൂ എങ്ങനെ എഴുതുന്നത്? വി ഡാഷ് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രൗണ്ട് ഫ്രെയിമിലുള്ള വെലോസിറ്റി പ്ലസ് ഇവൻ്റെ കയ്യിലുള്ള വെലോസിറ്റിയെ റിവേഴ്സ് ഓർഡറിൽ കൊടുക്കണം. ഓർമ്മയുണ്ടല്ലോ റിലേറ്റീവ് വെലോസിറ്റി എഴുതിയപ്പോൾ. അപ്പോൾ റിവേഴ്സ് ഓർഡറിൽ നിങ്ങൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി പ്ലസ് ഡി വി അഡിഷൻ സെൻസിൽ വരും. സോ വി റിലേറ്റീവ് എന്ന് പറയുന്നത് വി ഡാഷ് പ്ലസ് വി പ്ലസ് ഡി വി ആണ്. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്രെയിമിൽ അതിൻ്റെ വെലോസിറ്റി വി ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി റിലേറ്റീവ് മൈനസ് വി പ്ലസ് ഡി വി ആയിരിക്കും.
ദെൻ എനിക്ക് ഇവിടെയുള്ള ഇക്വേഷനിൽ എഴുതേണ്ട വെലോസിറ്റി ഗ്രൗണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് ഡി എമ്മിൻ്റെ വെലോസിറ്റി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ആ വെലോസിറ്റി നമ്മൾ വി റിലേറ്റീവ് മൈനസ് വി പ്ലസ് ഡി വി, അത് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിയാൽ വി മൈനസ് ഡി വി എന്ന് നിങ്ങൾക്ക് എഴുതാം. ദെൻ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് സോൾവ് ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് ദ ആൻസർ. സോ m into v is equal to, ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത്, എം വി പ്ലസ് എം ഡി വി മൈനസ് ഡി എം വി മൈനസ് ഡി എം ഡി വി മൈനസ് ഡി എം ഇൻറ്റു വി റിലേറ്റീവ് പ്ലസ് ഡി എം വി മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഡി എം ഡി വി. നമുക്ക് മനസ്സിലാകും മൈനസ് ഡി എം വി പ്ലസ് ഡി എം വി ക്യാൻ ബി ക്യാൻസൽഡ്, പ്ലസ് ഡി എം ഡി വി മൈനസ് ഡി എം ഡി വി ക്യാൻ ബി ക്യാൻസൽഡ്. ദെൻ ഇവിടെ നിങ്ങൾക്ക് എം വി ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ വി ആർ ഗെറ്റിംഗ് എം ഇൻറ്റു ഡി വി ഈസ് ഈക്വൽ ടു ഡി എം ഇൻറ്റു വി റിലേറ്റീവ്. ഓക്കെ, ഇത് സംഭവിക്കുന്ന സമയം, അപ്പോൾ നമുക്ക് മൊമെൻറ്റം ഇക്വേഷൻ ഫൈനലി ഇങ്ങനെ കിട്ടുന്നു. ഇത് സംഭവിക്കുന്ന സമയം ഡി ടി ടൈം സ്പാനിലാണ് ഈ പറയുന്ന ഡി എമ്മിനെ എലിമിനേറ്റ് ചെയ്യുന്നത്, എജക്റ്റ് ചെയ്യുന്നത് ബോഡി. അതിനെ തുടർന്നാണ് അതിൻ്റെ വെലോസിറ്റി ഡി വി ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ദെൻ ഡെഫിനറ്റ്ലി ഐ ക്യാൻ റൈറ്റ് എം ഇൻറ്റു ഡി വി ഈസ് ഈക്വൽ ടു ഡി എം ഇൻറ്റു വി റിലേറ്റീവ് നമ്മൾ എഴുതി. ഇതിൽ ഡി ടി കൊണ്ട് ഞാൻ രണ്ട് വശവും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ you can see this is m into dv by dt. dv by dt is nothing but acceleration, mass into acceleration. So ഒരു ബോഡിയെ ഇജക്റ്റ് ചെയ്യുന്നത് വഴി ആ ബോഡി അക്വയർ ചെയ്യുന്ന ആക്സിലറേഷനെ നമുക്ക് a എന്ന് വിളിക്കാം, is nothing but dm by dt into v relative. Okay, so this mass into acceleration is known as thrust force on the body. So thrust force is v relative, that is eliminate ചെയ്യുന്ന ബോഡിയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബോഡിയാണ് വി റിലേറ്റീവ്, ഇൻ ടു റേറ്റ് ഓഫ് മാസ് ചേഞ്ച്. ഒരു സെക്കൻഡിൽ എത്ര മാസാണ് ഇജക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രസ്റ്റ് ഫോഴ്സ് കിട്ടും. ഇവിടെ വെക്ടോറിക്കലി നമ്മൾ ഇതിനെ നൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു പുട്ട് എ നെഗറ്റീവ് ഡയറക്ഷൻ. കാരണം നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം വി റിലേറ്റീവിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റാണ് ബോഡിക്ക് കിട്ടുന്ന ത്രസ്റ്റ് ഫോഴ്സ്. ഓക്കെ, സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് വി റിലേറ്റീവ് ഇൻറ്റു ഡി എം ബൈ ഡി ടി എന്ന് ഓർക്കാം. നെഗറ്റീവ് സൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു റിമെമ്പർ ദിസ് ഇക്വേഷൻ. ഓക്കെ, വേരിയബിൾ മാസ് സിസ്റ്റത്തിൻ്റെ ഒരു നല്ല ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം, റോക്കറ്റ് പ്രൊപ്പൽഷൻ. ദ ഇനിഷ്യൽ മൊമെൻറ്റം ഓഫ് ദ റോക്കറ്റ് ഓൺ ഇറ്റ്സ് ലോഞ്ചിങ് പാഡ് ഈസ് 0. When it is fired from the launching pad, the exhaust gas rush downward at a high speed, and to conserve momentum, the rocket moves upward. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റോക്കറ്റിൻ്റെ എക്സ്ഹോസ്റ്റ് ഗ്യാസുകൾ താഴോട്ട് വരുന്നത് കൊണ്ട്, ഇജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു ത്രസ്റ്റ് ഫോഴ്സ് തേർഡ് ലോ വെച്ചിട്ട് അതിന് കിട്ടും. അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെച്ച് നമുക്ക് പറയാം റോക്കറ്റ് വെലോസിറ്റി ഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് റോക്കറ്റിൻ്റെ വെലോസിറ്റി ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടി വരും. ആ ഒരു ചോദ്യത്തിന് ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ചിത്രത്തിൽ എം മാസ് ഉള്ളൊരു റോക്കറ്റ് വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇതൊരു പ്രത്യേക ഇൻസ്റ്റൻറ്റിലാണ് നിങ്ങൾ കരുതുക. യു ആയിരുന്നു അതിൻ്റെ ഇജക്റ്റ് ചെയ്യുന്ന ഗ്യാസിൻ്റെ സ്പീഡ്. റിലേറ്റീവായിട്ടുള്ള സ്പീഡാണ് യു, റിലേറ്റീവ് വെലോസിറ്റി. ഇനിഷ്യലി ഈ റോക്കറ്റിൻ്റെ മാസ് m0 ആണെന്ന് കരുതുക. ഇനിഷ്യലി റോക്കറ്റിൻ്റെ മാസ് m0 ആണെന്ന് കരുതുക. അതുപോലെ ഇനിഷ്യലി റോക്കറ്റിൻ്റെ വെലോസിറ്റി v0 ആണെന്ന് കരുതുക. നമ്മൾ ജനറലി ചെയ്യുക, ഇനിഷ്യലി v0 ആയിരുന്നു, അതിനുശേഷമാണ് നമ്മൾ ഈ ത്രസ്റ്റ് ഫോഴ്സിൻ്റെ കാര്യങ്ങൾ, റോക്കറ്റിന് നമ്മൾ ത്രസ്റ്റ് ഫോഴ്സ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് എന്ന് നമുക്ക് ഊഹിച്ച് കണക്കുകൾ ചെയ്യാം. ഇനി റെസ്റ്റിൽ നിന്നാണ് റോക്കറ്റ് തുടങ്ങുന്നതെന്ന ചോദ്യത്തിൽ പറഞ്ഞാൽ v0യുടെ വില നിങ്ങൾക്ക് 0 ആയിട്ട് എടുക്കാം. ഓക്കെ, സോ നമുക്കറിയാം വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ്. നമ്മൾ ആദ്യം ഇതിനകത്ത് മെയിനായിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാവിറ്റി ഫ്രീ സ്പേസ് ആണ്. ഗ്രാവിറ്റി ഫ്രീ സ്പേസ്, ഗ്രാവിറ്റിയുടെ എഫക്റ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. ഗ്രാവിറ്റിയുടെ എഫക്റ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ടോട്ടൽ ഫോഴ്സ്, ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് വി ഇൻറ്റു, ഇവിടെ വി റിലേറ്റീവിന് പകരം യു ആണ്, മൈനസ് യു ഇൻറ്റു ഡി എം ബൈ ഡി ടി ആണെന്ന് നമുക്കറിയാം. സോ ഞാൻ എഴുതുന്നു ത്രസ്റ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ മൈനസ് ഓഫ് യു ഇൻറ്റു ഡി എം ബൈ ഡി ടി.
ഓക്കെ, ത്രസ്റ്റ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മുകളിലോട്ടാണ് ത്രസ്റ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഈ ത്രസ്റ്റ് ഫോഴ്സിനെ നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് മാസ്, നിലവിൽ ആഫ്റ്റർ എന്താണ് ഇജക്റ്റിംഗ് സർട്ടൺ എമൗണ്ട് ഓഫ് ഗ്യാസ്, ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ്ലി ഉള്ള മാസ് എം ആണ്, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എ ആണെന്ന് എഴുതാം, ഈസ് ഈക്വൽ ടു -v ഇൻറ്റു dm/dt എന്ന് നമുക്ക് എഴുതാം. ആക്സിലറേഷൻ എയ്ക്ക് പകരം നമുക്ക് എന്തെഴുതാം? m ഇൻറ്റു dv/dt ഈസ് ഈക്വൽ ടു -v ഇൻറ്റു dm/dt. ഓക്കെ, ദെൻ നമ്മൾ m ഇൻറ്റു dv/dt ഈസ് ഈക്വൽ ടു v റിലേറ്റീവ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ? ഇവിടെ v റിലേറ്റീവ് ആണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിൽ ഗ്യാസിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് u ആണെന്ന് കാണാം. സോ അതിനെ നിങ്ങൾക്ക് u വെച്ച് റീപ്ലേസ് ചെയ്യാമല്ലോ. സോ ഐ ക്യാൻ റൈറ്റ് m ഇൻറ്റു dv/dt is equal to minus of u into dm/dt. dt ക്യാൻസൽ ചെയ്യാം, ഒരേ വേരിയബിൾ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. സോ ഐ ക്യാൻ റൈറ്റ് dv ഈസ് ഈക്വൽ ടു -u ഇൻറ്റു dm/m. രണ്ട് സൈഡും നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാം. u കോൺസ്റ്റൻ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു റോക്കറ്റ് പുറത്ത് ഗ്യാസ് വരുന്ന വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. സോ അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രേഷൻ സൈനിന് പുറത്തിടാം. ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്യുന്നു. ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്യുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ ചെയ്യാം. ഇനിഷ്യൽ വെലോസിറ്റി v0 ആയിരുന്നു. ഫൈനലി അതിൻ്റെ അറ്റ് എ പർട്ടിക്കുലർ ടൈം അതിൻ്റെ വെലോസിറ്റി v ആണ്. ഇനിഷ്യൽ മാസ് ഓഫ് ദ റോക്കറ്റ് സിസ്റ്റം m0 ആണ്. അറ്റ് ദിസ് മൊമെൻറ്റ് അതിൻ്റെ മാസ് m ആണ്. അപ്പോൾ v വെലോസിറ്റി അക്വയർ ചെയ്യുമ്പോൾ മാസ് m ആണ്. ഇതിന് ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇത് v എന്ന് വരും. dv യുടെ ഇൻ്റഗ്രേഷൻ v ആണ്. അപ്പർ ലിമിറ്റ് v, ലോവർ ലിമിറ്റ് v0 ഈസ് ഈക്വൽ ടു -u ഇൻറ്റു dm/mൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ലോൺ m ആണ്. ഓക്കെ, ലോൺ m. അപ്പർ ലിമിറ്റ് നമ്മൾ കൊടുക്കണം. അപ്പർ ലിമിറ്റ് m ആണ്, ലോവർ ലിമിറ്റ് m0 ആണ്. സോ v മൈനസ് v0 ഈസ് ഈക്വൽ ടു -u ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം ലോൺ ഓഫ് m/m0 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദ വെലോസിറ്റി, വെലോസിറ്റിയുടെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ നമുക്ക് എന്തെഴുതാം? v0 -u ഇൻറ്റു ലോൺ m/m0. ദിസ് ഇസ് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ. ഒരു റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി -u ഇൻറ്റു ലോൺ m/m0 എന്ന് നമുക്ക് ചെയ്യാം. ഈ ഇക്വേഷനെ വേണമെങ്കിൽ നിങ്ങൾക്ക് m0യുടെയും m-ൻ്റെയും ഓർഡർ നിങ്ങൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സ്വിച്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ്ലി വരുന്ന വെലോസിറ്റിയുടെ വാല്യൂ ഇനിഷ്യൽ വെലോസിറ്റി മൈനസിന് പകരം പ്ലസ് നിങ്ങൾക്കിടാം. കാരണം ഒരു മൈനസ് പുറത്ത് വരും നിങ്ങൾ ആ ഓർഡർ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് u ഇൻറ്റു ലോൺ m0/m. ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. ഇനി മറ്റൊരു കാര്യം ഇതിൽ വരുന്നത് m എന്ന് പറയുന്നത്, m0 എന്ന് പറഞ്ഞാൽ റോക്കറ്റിൻ്റെ ഇനിഷ്യൽ മാസാണ്. m എന്ന് പറഞ്ഞാൽ അറ്റ് എ പർട്ടിക്കുലർ ടൈമിലുള്ള മാസാണല്ലോ. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ m-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് m ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ മാസിൽ നിന്നും dm/dt എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് റേറ്റിലാണ് എന്ത് പോകുന്നത്? ഗ്യാസ് ഇജക്റ്റ് ചെയ്യുന്നത്. അപ്പം dm/dtയെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? t ടൈം. അപ്പം എനി ടൈം t you will get the corresponding mass m. Okay, so by using this equation you can solve the questions regarding rocket propulsion. Okay, നമുക്കിനി ഒരു മെഷീൻ ഗണ്ണിനകത്ത് എങ്ങനെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു ചോദ്യം നോക്കൂ. എ മെഷീൻ ഗൺ ഫയേഴ്സ് n bullets per second and mass of each bullet is m. If v is the speed of each bullet, then force exerted on machine gun to keep it stationary. ഒരു മെഷീൻ ഗണ്ണിൽ നിന്ന് ഒരു സെക്കൻഡിൽ n ബുള്ളറ്റുകൾ v വെലോസിറ്റിയിൽ പുറത്തു വരികയാണ്. ഒരു ബുള്ളറ്റിൻ്റെ മാസ് m ആണ്. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം ഫോഴ്സ് നിങ്ങൾ ആ മെഷീൻ ഗണ്ണിൽ കൊടുക്കേണ്ടി വരും അതിനെ സ്റ്റേഷനറി ആയി നിലനിർത്താൻ? അപ്പം മെഷീൻ ഗണ്ണിനകത്ത് തീർച്ചയായിട്ടും ഈ ബുള്ളറ്റുകൾ പുറത്തോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് വഴി ഒരു ത്രസ്റ്റ് ഫോഴ്സ് ബുള്ളറ്റിലുമുണ്ട്. ഈ ബുള്ളറ്റുകൾ മെഷീൻ ഗണ്ണിൽ ഒരു ത്രസ്റ്റ് ഫോഴ്സ് തിരിച്ചു കൊടുക്കും. അപ്പോൾ ആ ത്രസ്റ്റ് ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അത് ഹോൾഡ് ചെയ്യുന്ന വ്യക്തി കൊടുക്കേണ്ടി വരും. എങ്ങനെ നമുക്ക് ഈ ത്രസ്റ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാം? വളരെ ഫണ്ടമെൻ്റലി നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ബുള്ളറ്റിൻ്റെ ഫോർ വൺ ബുള്ളറ്റ്
ഒരു ബുള്ളറ്റിൻ്റെ ഇനിഷ്യൽ മൊമെൻറ്റം 0 ആണ്, ശരിയല്ലേ? കാരണം ഇനിഷ്യലി ബുള്ളറ്റ് 0 റെസ്റ്റിലാണ്. സോ ഫൈനൽ മൊമെൻറ്റം, ഒരു ബുള്ളറ്റിൻ്റെ ഫൈനൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ m മാസുള്ള ബുള്ളറ്റ് v വെലോസിറ്റിയിൽ പുറത്ത് വന്നാൽ അതിൻ്റെ ഫൈനൽ മൊമെൻറ്റം m × v ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഫോർ വൺ ബുള്ളറ്റ്? ഒരു ബുള്ളറ്റിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റം delta p, you know that is nothing but final momentum minus initial momentum, ശരിയല്ലേ? റെക്റ്റിലിനിയർ മോഷൻ തന്നെയാണ് ബുള്ളറ്റുകൾക്ക് നമ്മൾ സങ്കല്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ മൊമെൻറ്റം എം വി ആണ്, ഇനിഷ്യൽ മൊമെൻറ്റം 0 ആണ്. ആൻസർ എം വി എന്ന് കിട്ടും. ഒരു ബുള്ളറ്റിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്. ദെൻ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഫോർ n ബുള്ളറ്റ് ഇൻ 1 സെക്കൻഡ്, ശരിയല്ലേ? സോ ഇൻ 1 സെക്കൻഡ് n bullets are leaving from the gun. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം, ശരിയല്ലേ? ചേഞ്ച് ഇൻ മൊമെൻറ്റം ഫോർ n ബുള്ളറ്റ്സ് എന്തായിരിക്കും? ഒരു ബുള്ളറ്റിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം എം വി ആണെങ്കിൽ n ബുള്ളറ്റുകളുടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം n × എം വി അല്ലേ? നമുക്കറിയാം, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ, ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ്. നമുക്ക് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, ശരിയല്ലേ? ഇവിടുത്തെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഫോർ n ബുള്ളറ്റ്സ് n m v ആണ്. ടൈം എന്താണ്? n ബുള്ളറ്റുകൾ പുറത്തു വരുന്നത് 1 സെക്കൻഡിലാണ്. സോ ടൈം ഡെൽറ്റ ടിക്ക് പകരം 1 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഹിയർ ദ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് യു ഹാവ് ടു അപ്ലൈഡ്, അല്ലെങ്കിൽ ആ ഒരു റീകോയിലിംഗ് എഫക്റ്റ് മൂലം ആ ഒരു ഗണ്ണിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് n m v ആണ്. വെരി ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷൻ, ഓർത്ത് വെച്ചുകൊള്ളുക. n ഈസ് നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ വരുന്ന ബുള്ളറ്റുകളുടെ എണ്ണം. n ഈസ് നമ്പർ ഓഫ് ബുള്ളറ്റ്സ് പെർ സെക്കൻഡ്, m ഈസ് മാസ് ഓഫ് ദ ബുള്ളറ്റ് ആൻഡ് v ഈസ് വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. ഓക്കെ, മറ്റൊരു കേസ്, മൂന്നാമത്തെ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കേസ് തന്നെയാണ്. ഇറ്റ് ഈസ് വാട്ടർ ജെറ്റ്. എന്താണ് വാട്ടർ ജെറ്റിൽ പറയുന്നത്? ഈ ഒരു വാട്ടർ ജെറ്റിൽ വി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ വാട്ടർ പുറത്തോട്ട് വരികയാണ്. ഒരു ഹോസിലൂടെ, ഒരു പൈപ്പിലൂടെ വാട്ടർ പുറത്തോട്ട് വരികയാണ്. ഈ ഒരു പൈപ്പിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെയുള്ള ലിക്വിഡ്, വാട്ടർ ആകാം, മറ്റൊരു ലിക്വിഡുമാകാം, അതിൻ്റെ ഡെൻസിറ്റി റോ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇത് പുറത്തോട്ട് വരുന്ന ഫോഴ്സ്? വാട്ട് ഈസ് ദ ഫോഴ്സ് ദ വാട്ടർ ഈസ് കമ്മിങ് ഔട്ട്? എത്ര ഫോഴ്സിലായിരിക്കും ഇത് പുറത്തോട്ട് വരുന്നത്? അല്ലെങ്കിൽ ഈ വാട്ടർ ജെറ്റ് ഒരു മതിലിൽ പോയി ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് ഫോഴ്സിലായിരിക്കും അത് പോയി ഹിറ്റ് ചെയ്യുന്നത്? തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. നമുക്കത് എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ വളരെ ചെറിയൊരു എലമെൻ്റൽ പോർഷൻ എടുക്കുകയാണ്. അതിൻ്റെ ലെങ്ത്ത് നമുക്ക് DL എന്നെടുക്കാം. DL ലെങ്ത് ഉള്ളൊരു പോർഷൻ. ഈ DL ലെങ്ത്തിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ വാട്ടർ ട്രാവൽ ചെയ്യുമ്പോൾ, വാട്ടർ അല്ലെങ്കിൽ മറ്റൊരു ലിക്വിഡ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം dt സെക്കൻഡ് ആണെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ഫോഴ്സിലായിരിക്കും ഇത് പുറത്തോട്ട് വരുന്നത്? എത്ര ഫോഴ്സ് വേണം ഇങ്ങനെ DL ലെങ്ത്തിൽ dt സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യാൻ A ക്രോസ് സെക്ഷനിലുള്ളൊരു പൈപ്പിൽ? യു നോ വെരി വെൽ, ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം dp/dt ആണ്. മൊമെൻറ്റത്തിൻ്റെ വാല്യൂ m × v ആണ്. നമ്മളിത് മുമ്പും ചെയ്ത് നോക്കിയിട്ടുണ്ട്. മാസ് ഇൻറ്റു വെലോസിറ്റി. ഇതിനെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുകയാണെങ്കിൽ m × dv/dt പ്ലസ് v × dm/dt. ഈ ഒരു സാഹചര്യത്തിൽ പോകുന്ന ലിക്വിഡ് പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റിക്ക് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ dv/dt 0 ആണ്. ദർ ഈസ് നോ റേറ്റ് ഓഫ് ചേഞ്ച് ഫോർ വെലോസിറ്റി. അപ്പോൾ പിന്നെ ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത് മാസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് മൂലമാണ്. ദെൻ എനിക്ക് ഡെഫിനറ്റ്ലി എന്തെഴുതാം? ദ ഫോഴ്സ് ഈസ് m × v × dm/dt. v is the constant velocity. So it is v × dm/dt, which is equal to v × d/dt of, ശരിയല്ലേ? dt ടൈമിൽ പുറത്ത് വരുന്ന മാസ് അല്ലെങ്കിൽ dm തന്നെ എത്രയാണെന്ന് നമുക്ക് നോക്കാം. dmൻ്റെ വാല്യൂ എന്തായിരിക്കും? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് dm? അതായത് dt ടൈമിൽ എത്ര മാസാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? യു നോ വെരി വെൽ, മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ്. ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് റോ ആണ്. എത്ര വോളിയമാണ് dt ടൈമിൽ ആ പറയുന്ന വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ വാട്ടർ എലമെൻറ്റ്സ് കവർ ചെയ്യുന്നത്? അത് കവർ ചെയ്യുന്ന വോളിയം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആൻഡ് എലിമെൻ്ററി ലെങ്ത് DL. ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം. ഇവിടെ ചെറിയ വോളിയമാണ് A × DL ഡിവൈഡഡ് ബൈ dt എന്ന് നിങ്ങൾക്ക് എഴുതാം.
Okay, so you can see here V into rho into A, ഇതെല്ലാം കോൺസ്റ്റൻറ്റ് ടേംസ് ആണ്. ദെൻ dl/dt എന്ന് വരുന്നു. dl/dt എന്ന് പറയുന്നത് നത്തിങ് ബട്ട് വാട്ട്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ ഡിസ്റ്റൻസ് കവേർഡ് ആണ്. ശരിയല്ലേ? ഈ ഡിസ്റ്റൻസ് കവേർഡിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണല്ലോ. ആ ഡിസ്റ്റൻസ് കവറിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് ഇത് കവർ ചെയ്യുന്നത്. v വെലോസിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ v സ്പീഡിലാണ് കവർ ചെയ്യുന്നതെങ്കിൽ അതിനെയും നമുക്ക് v എന്ന് എഴുതാം. സോ v² ഇൻറ്റു റോ എ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാം ഒരു വാട്ടർ ജെറ്റ് വെള്ളം ഒഴുക്കുന്നത് വഴി ഒരു വാട്ടറിൻ്റെ ജെറ്റ് മൂലം ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് റോ എ v² ആയിരിക്കും. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രഷൻ. ഓക്കെ.